ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നാളത്തെ എൻ്റെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിക്കൻ കാലൊക്കെ വാങ്ങാൻ പോയി കേട്ടോ. വെളിയിൽ പോകുമ്പോഴാണ് കൂടുതൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇവിടെ എനിക്ക് പേടിയാണ് എന്തെങ്കിലും ബാക്കി വരുന്നതൊക്കെ കൊടുക്കാം. ഇവിടെ ഒരുപാട് ഡോഗീസ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവയെ പിടിച്ചും കൊണ്ട് പോകും. അപ്പോൾ ചിക്കൻ കടക്കാരൻ തന്നെ പറഞ്ഞത് അവർ ബാക്കി വരുന്നതൊക്കെ വേസ്റ്റുകളൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് ഒക്കെ പോകും. അങ്ങനെ ഞാൻ ചിലപ്പോഴൊക്കെ ചിക്കൻ കാലൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഒരു പാവം അസ്ഥി പോലെ നിൽക്കുന്ന നായക്ക് ചിലപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ഇട്ട് കൊടുക്കും. ഇന്നതുപോലെ ഞാൻ സാധനം വാങ്ങാൻ പോയിട്ട് കുറേ ഇങ്ങോട്ട് തിരിച്ച് നടന്നിട്ട് പിന്നെ എനിക്ക് ഗ്യാസിൻ്റെ ബുക്ക് ചെയ്യണമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി വീണ്ടും തിരിച്ച് കടന്നപ്പോഴത്തേക്ക് ഒരുത്തൻ എൻ്റെ പുറകെ വരെയായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചത് എന്തിനും അതുവഴിക്ക് വരണമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്ന ഈ പട്ടി എൻ്റെ പുറകെ വരുന്നത് ഇനി അവിടെ വല്ല CCTV മറ്റോ ഉണ്ടോയെന്നറിയില്ല കേട്ടോ. ആൾ ബാക്കിൽ പോയി നോക്കി. ഞാൻ വല്ലതും ഇട്ട് കൊടുത്താൽ എന്താണെന്ന് അറിയില്ല. ഇനി പണി വരുന്നോ ഇല്ലേ എന്നൊന്നും അറിയില്ല. ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ഒരു ജയിൽ പോലെ എന്ന് ഞാൻ പലപ്പോഴും ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യന് വേണ്ടി നമ്മൾ ഭക്ഷണം കഴിച്ച് നമ്മളെ കാര്യം നോക്കിയിരിക്കുമെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതേപോലെ പാവപ്പെട്ട ജീവിയൊക്കെ വല്ല ഭക്ഷണമൊക്കെ കൊടുത്താൽ ചിലപ്പം നല്ല പ്രശ്നങ്ങളാവും. ഇനി എങ്ങനെയാണെന്ന് അറിഞ്ഞൂടാ. അല്ലാത്ത പ്രശ്നങ്ങൾക്ക് പുറമെ വീട്ടിൽ നിന്നാണ് കിട്ടുന്ന സമ്മാനം കുറച്ച് കിട്ടുന്നത്. എന്തേലും ആവട്ടെ. അത് എനിക്ക് തോന്നുന്നു ഞാനവിടെ നിന്നപ്പോൾ അതിൻ്റെ പുറകെ ഇങ്ങനെ വരുന്നത് കണ്ടിട്ടായിരിക്കും. നായക്കൊരു ഗുണമുണ്ടല്ലോ, അതിനാരെങ്കിലും ഭക്ഷണം കൊടുക്കുമെങ്കിൽ അത് പിന്നെ എപ്പോഴും നമ്മൾ മൈക്കോളം നമ്മളെ കണ്ടാൽ അത് അതിൻ്റെ നന്ദി കാണിക്കും, നമ്മളെ പുറകെ കൂടുകയും ചെയ്യും. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവും നമ്മളുമായിട്ട് എന്തോ ഒരു കണക്ഷൻ അതിനുണ്ടെന്ന്. പിന്നീട് അറിയാം കേട്ടോ. എന്താ പറയാ, പാവങ്ങൾ വിശന്ന് മരിക്കാൻ വിട്ടാൽ അവർക്ക് കുഴപ്പമില്ല. പിന്നെ നമ്മളെന്തെങ്കിലും കൊടുത്താലേ ആണ് ഇവർ കംപ്ലൈൻറ്റും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാക്കണം. പക്ഷേ ഇവിടെ ഒരു പട്ടിയും ഞാൻ കഴിക്കുന്നത് കുരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ കുരച്ചുകൊണ്ട് ഓടണമെന്ന് പറഞ്ഞാൽ വേറെ പട്ടികളെ കാണുമ്പോൾ അതിങ്ങനെ കുരച്ചും കൊണ്ട് കൂട്ടത്തോടെ ഓടും. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, അപ്പോഴും പിള്ളേർ വലിയ വായിൽ വിളിച്ചും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടും. യഥാർത്ഥത്തിൽ പിള്ളേരെ കഴിക്കാനൊന്നും ഓടുന്നതൊന്നുമല്ല, അത് വേറെ നായ്ക്കളെ കാണുമ്പോഴത്തേക്ക് ഇവിടെ വിളിച്ചും കൊണ്ട് പാഞ്ഞു പോകുന്നതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പിള്ളേർ കിടന്ന് തൊള്ള കയറും. ഇവിടെ ആരെയും കടിക്കുന്നതെന്ന് കണ്ടിട്ടില്ല. കടിക്കും അത് ഇതെന്ന് പറഞ്ഞിട്ട് കൂടെ വാരിക്കൊണ്ട് ദൂരെ അറിയാം. അതിൻ്റെയൊക്കെ ഒരു ഗതികേട്. കടിക്കുന്ന പട്ടിയെ നിയന്ത്രിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ കടിക്കാത്തവരെ കൊണ്ട് തെരുവുകളിൽ കൊണ്ട് എറിഞ്ഞ് ഭക്ഷണമില്ലാതെ പുഴുക്കടി പിടിച്ച് കിടക്കുന്നത് പാവം തന്നെ. എന്ത് ചെയ്യുക, അവരുടെയൊക്കെ ഒരു ലൈഫ് ഇങ്ങനെയാണ്. ഫ്രണ്ട്സ്, ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് വെളിയിൽ ഒരുപാട് ഡോഗീസ് ഉണ്ട്. ഇവിടെ കിടക്കുന്നവരെയൊക്കെ കൊടുക്കാൻ സമ്മതിച്ചില്ലെങ്കിലും പിന്നെ നമുക്ക് വെളിയിൽ ഒരുപാട് ഡോഗീസ് ഉണ്ട്. അവിടെ ഞാൻ ചർച്ചിൽ പോകുന്ന സമയത്ത് അവർക്കൊക്കെ ഞാൻ കുറേശ്ശെ കൊണ്ടു കൊടുക്കാം. അവിടെ ആരും നമ്മളെ ഉപദ്രവിക്കാനൊന്നും വരത്തില്ല. റോഡ് വഴിക്ക് നമ്മളെ പോലെ തന്നെ കടന്നു പോകണ പല ആൾക്കാരുമാണ് ആ വഴിക്ക് പോണത്. അപ്പോൾ അവർ ചോദിക്കാനും ഒന്നും നിൽക്കത്തില്ല. ഏതെങ്കിലും ചിലപ്പോൾ കണ്ണ് പൊട്ടിയതും അങ്ങനെ കഴിക്കാൻ വയ്യാത്തതൊക്കെ പലതും വഴിയിൽ കിടക്കും. അതിനൊക്കെ നമുക്ക് ഇത്തിരി ഭക്ഷണമൊക്കെ കൊടുക്കാൻ പറ്റും. വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് എനിക്ക് തോന്നുന്ന വലിയ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടായിരിക്കും ആർക്കും ലൈക്ക് ചെയ്യാനൊക്കെ ഒരു ഭയങ്കര മടി. പറ്റുന്നവരൊന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ടൊക്കെ ഒന്ന് എഴുതുക. മണം പിടിക്കുന്നതാണ്, ഉണങ്ങി എല്ലാം തോലുമായിരിക്കാം. എടാ എക്സ്ട്രാ നില്ലടാ അവിടെ. എവിടെ പോണോ നീ?
അസ്ഥി കൂടാ. ഇങ്ങ് വാ ഇങ്ങ് വാ ഇങ്ങ് വാ. എല്ലാം വേണം അവന്. മറ്റവനിട്ടോ എന്തോ ചാടി കുഴിക്കാത്തള്ളിട്ടമ്മ. ഇവൻ ചാടുവല്ലേ? ഇല്ല ഇല്ല, ഇട്ടോട് അവിടെ തന്നെ ഇട്ടോട്. ഇതോ തള്ള വന്നു. ഇതോ മറ്റോ അവിടെ നോക്ക, വേറെ അങ്ങ് വീട്ടിൻ്റെ അവിടെ നിന്ന്. ഫ്രണ്ട്സ്, ജീവൻ പണയം വെച്ചാണ് അല്പം എന്തെങ്കിലും ഭക്ഷണം ഇവർക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്നത് കേട്ടോ. വിളിച്ച് നിർത്തി വഴക്ക് പറഞ്ഞാലുള്ള നാണക്കേട്, പിന്നെ പല പല ബുദ്ധിമുട്ടുകളും അവർ നമ്മൾ അനുഭവിപ്പിക്കും. അതെല്ലാം ഓർക്കാതെയാണ് ഇവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം. കൂടുതൽ മനക്കരുത്തായിട്ട് മുന്നോട്ട്